നമ്മൾ കുടുംബനാണ് ആർത്തിയ. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഫൈനലി ഗൈസ് ഞാൻ ഇങ്ങനെയല്ല ടാറ്റ പോവാ, വേറെ എങ്ങോട്ടല്ല, നാട്ടിലേക്ക് തിരിച്ച്. ഇതിക്കുള്ളിൽ ഞാനെങ്ങും പോകാൻ പോണില്ല. സോ ഫൈനലി 4 മാസം ശേഷം ഞാൻ നാട്ടിൽ പോവാണ് കേട്ടോ. കാരണം മമ്മിക്ക് ഒരു പിടുത്തമായിരുന്നു നാട്ടിലേക്ക് വാ, ഓണം ഞങ്ങളുടെ കൂടെ, കമോൺ കമോൺ. പിന്നെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. സോ അതുകൊണ്ട് അപ്പൊ നമ്മൾ വെറുതെ അല്ല പോണത്. ആക്ച്വലി ഞാൻ ആദ്യം ചേച്ചിയുടെ അങ്ങോട്ട് പോകും, കാരണം പാടുവിനെ കണ്ടിട്ടും കുറെ നാളായി. സോ അതിനുശേഷമാണ് ഞാൻ നാട്ടിലേക്ക് പോണത് കേട്ടോ. സോ എക്സൈറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, ഒബ്വിയസ്ലി ഇത്ര നാളെ അവരൊക്കെ കണ്ടിട്ട്, അതുകൊണ്ട്. ബട്ട് ഞാൻ ഭയങ്കര എക്സോസ്റ്റ് ആണ് ഗൈസ്, കാരണം കുറെ വർക്ക് ലോഡ് അതിന്റെ ഇടയ്ക്കാണ് ഞാൻ ഈ പോണത്. സോ അതിനെ കുറച്ചിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ബട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം എന്താ നടക്കാൻ പോണതുള്ളത്. പറ്റണൊക്കെ ഞാൻ നാട്ടിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും, ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം വളരെ 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 ഹെക്ടിക് ആയിരുന്നു. ഞാൻ ചില സമയത്ത് ആലോചിക്കും എല്ലാം അങ്ങോട്ട് നിങ്ങൾ പറയാൻ പറ്റിയിരുന്നെങ്കിലോ എന്നുള്ളത്. ബട്ട് നോട്ട് ലൈക്ക് ദാറ്റ്. കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം ഗൈസ്, അതാ പ്രശ്നം. എനിക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. ഫുൾ വീട് തരാപ്പാരായിട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കിയത് നമ്മള് കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പൊ മമ്മിയോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒന്ന് കൂടുതൽ ചെയ്യണ്ട, തിരിച്ചു പോയിട്ടൊക്കെ റെഡിയാക്കിയാൽ മതി. 11 മണിയാ, 10:30 പറഞ്ഞിരുന്നു. ഞാൻ 10:30 എന്റെ ഫോണിൽ കണ്ടത്. എന്റെ ഫോൺ എന്നെ ചതിക്കാൻ തെറ്റി കണ്ടതാ. 10:59 തന്നെ കാണിക്കണം. അപ്പൊ 11 മണിയായി. സോ പാക്കിങ് ചെയ്യണം. ഞാൻ കൂടുതലൊന്നും പാക്ക് ചെയ്യണില്ല, പക്ഷെ ചേച്ചിക്ക് കുറച്ച് സാധനങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പൊ അത് ഇച്ചിരി പാക്ക് ചെയ്യണം. പിന്നെ ചേച്ചിക്ക് ഞങ്ങൾ ഇവിടെ ചെറുപ്പ സമയത്ത് കഴിക്കാറുണ്ടായിരുന്ന കുറച്ച് സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ നാളെ എത്ര നേരം വരെ നിൽക്കൂന്നുള്ളത്. ബട്ട് അത് ഞാൻ പാക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എല്ലാം തവണ ഞാൻ ഫ്ലൈറ്റിനാണല്ലോ പോവാറ്, അത് അത്രയും സീനില്ല. പക്ഷെ ഫോർ ദ ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ നിന്ന് നാട്ടിലേക്ക് ട്രെയിനിനാ പോണത് കേട്ടോ. കാരണം ഇവിടെ നിന്ന് നാട്ടിലേക്ക് ട്രെയിനിന് പോണതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു രാത്രി എനിക്ക് ട്രെയിനിൽ കഴിച്ചു കൂട്ടണം. ബട്ട് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്, കാരണം അതും പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് ഒരിക്കലും നാട്ടിൽ പോകാൻ പറ്റില്ല. എക്സൈറ്റഡ് ആണ് എന്നെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ. പിന്നെ നാട്ടിൽ എനിക്ക് അത്രയും ഡ്രസ്സുകളില്ല, ഉള്ളതൊക്കെ കുറെ ദ്രവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഉടുപ്പുകളൊക്കെ ആക്കണം. അമ്പലത്തിൽ പോകാൻ അവിടെ ഇവിടെ ഒക്കെ പോകാനായിട്ട് കുറച്ച് ഉടുപ്പുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണ്ട്. എന്തൊരവസ്ഥ, അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ട മനുഷ്യന് ചെയ്യാൻ. അപ്പൊ ഇതാണ് ഈ മനുഷ്യത്തി ചെയ്തോണ്ടിരിക്കുന്നത്. 3 ബാഗ് മാറി ഫൈനലി. ഈ ഒരു ബാഗ് കണ്ടിട്ട് ഇതിനകത്ത് ഞാൻ ഫുൾ നിറച്ചിട്ടുണ്ട്. എവിടെയൊക്കെ വെച്ച ബാഗ്. ഓക്കെ, അപ്പൊ ഈ ഒരു ബാഗാണ് ഞാൻ കൊണ്ടുപോകണം കേട്ടോ. ഇതിനകത്ത് ഫുൾ നിറച്ചിട്ടുണ്ട്. ആക്ച്വലി മുഴുവൻ ചേച്ചിയുടെ ഐറ്റം അല്ല, എന്റെയും കുറച്ച് ഐറ്റം ഉണ്ട്. പക്ഷെ ചേച്ചിയുടെ ഐറ്റം കുറച്ച് ഫൂന്നിരിക്കണം. സോ ഇച്ചിരി വീർത്തിരിക്കണ സംഭവം കൂടെ ഉണ്ട്. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാഗ് ഷൂ ആവും. അതുകൊണ്ട് വലിയ ബാഗ് വെറുതെ ഞാൻ കൊണ്ടുപോയിട്ടില്ല, ചുമക്കൽ മാത്രം ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ ആകെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ ഇനി എന്താ സംഭവം എന്ന് പറഞ്ഞാലേ കുറച്ച് ഫ്രൂട്ട്സ് ആക്കാം നമുക്ക്. ഇവിടെ നമുക്കുണ്ട് പ്ലാം, പൈനാപ്പിൾ, പിന്നെ ഒരാളും കൂടെ ഉണ്ടല്ലോ, എവിടെ പോയി? യെസ്, ഡ്രാഗൺ ഫ്രൂട്ട്, ഡ്രാഗൺ ടേൽസ്. അങ്ങനത്തെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നില്ലേ? അയ്യോ, ഞാനൊരു അവക്കോടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെന്ത് ചെയ്യും? പൈനാപ്പിളും പ്ലമ്മും ആക്കാം. ബാക്കി ഞാനല്ലോ കഴിക്കാം, പോയിട്ട് ചേച്ചിയുടെ അവിടെ എത്തിയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഗണപതിയുടെ അമ്പലത്തിൽ നിന്ന് ഞാൻ ഈ സുരക്ഷ കെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഗണപതി പപ്പ എന്റെ കൂടെ ഉണ്ടല്ലോ. മൈ ഗോഡ്, പൈനാപ്പിൾ കാണുമ്പോ തന്നെ എനിക്കെല്ലാം യെല്ലോ കളർ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനിപ്പോ ഈ ഇടയാണ് നോട്ടീസ് ചെയ്ത്. മാങ്ങ, ചക്ക, പൈനാപ്പിൾ, പഴം. പുളിയുണ്ട് പക്ഷെ നല്ല ജ്യൂസി. ഇതിനകത്ത് വരും ഈ വന്നില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പൈനാപ്പിളും കൂടെ കഴിക്കാം. ഷോ, ഈ ടിഫിന്റെ ഒരു വാശി എന്നെ കൊണ്ട് തിരിക്കണോ വേണ്ട ഗൈസ്. വേണ്ടെന്ന് പറഞ്ഞിട്ട് സമ്മതി. ഞാൻ ഇതൊക്കെ പറയണുണ്ടെങ്കിലും എന്റെ മനസ്സിൽ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഗൈസ്. അതിന്റെ ഇടയ്ക്ക് മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ബാക്ക് ടു ബാക്ക് കല്യാണം ആലോചന. ഞാൻ എന്തൊരു കൺഫ്യൂസ്. ഇനി പാക്കായി ഇതെന്തായാലും ഇങ്ങനെ തന്നെ ചുമന്നുകൊണ്ട് പോകാനൊന്നും എനിക്ക് വയ്യ. നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. സോ എൻ്റെ അടുത്ത് കുറച്ച് ബ്രെഡ് ഉണ്ട്, ഞാൻ അതും കൊണ്ടുപോകാം. എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം നല്ല വിലയായി പ്രോട്ടീൻ ബ്രെഡ്. പിന്നെ എൻ്റെ അടുത്ത് ഒരു അവക്കാഡോ ഉണ്ട്. യെസ്, ഞങ്ങൾ അവിടെ അവക്കാഡോ സാൻഡ്വിച്ച് ഉണ്ടാക്കി. ഇത് പഴുത്തോ നല്ലോണം? ഓ, അവക്കാഡോ നല്ലോണം പഴുത്തിട്ടാ ഒന്നും വേണ്ട. പോയേ ചേച്ചി വില കണ്ട് തന്നെ ഓടിക്കും. ഈ പഴമുണ്ട്, ഇത് ആക്ച്വലി ഞാൻ രാവിലെ കഴിക്കും കേട്ടോ, കാരണം ഇത് ഞാൻ പ്രസാദത്തിൽ വെച്ച പഴമാണ്. വേറെ ഈ ഒരു പഴമുണ്ട്, ഇത് ഞാൻ എടുക്കാമെന്ന് വിചാരിക്കാം ഫോർ ദ എമർജൻസി.
ബൈ ദ വേ ഗൈസ്, അയ്യോ പതുക്കെ പരമോളെ അപ്പുറത്തുപ്പുറത്തെല്ലാവരും ഉറങ്ങി 12 കാലായി. ഓക്കെ, ഞാൻ മാസ്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. അതെ, ഈ ഒരു ബുക്ക് ദ ടൈം മെഷീൻ. എനിക്ക് ഇതുവരെ വായിക്കാൻ പറ്റിയിട്ടില്ല, അപ്പം എന്തായാലും എനിക്കിത് വായിക്കണം എന്നുണ്ട്. ലെറ്റ്സ് ഈ തവണ വായിക്കാണ്ട് ചിലപ്പോൾ തിരിച്ചു. പിന്നെ ഞാൻ ജപമാല എടുത്തിട്ടുണ്ട്, കണ്ണട എടുത്തിട്ടുണ്ട്, ക്യാഷ്, പിന്നെ ഞാൻ ഇത് എടുത്തിട്ടുണ്ട്, ടോയ്ലറ്റ് സീറ്റ്. നമുക്ക് നാട്ടുകാരെ മുഴുവൻ കാണിക്കാൻ പറ്റണം അവിടുത്തെ കവർ കിട്ടിയിട്ട്. ഈ ഒരു ബാഗിൽ നിറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് ഇച്ചിരി തലം തരും പ്ലീസ്, ഇച്ചിരി മതി. ഞാൻ ചേച്ചിക്ക് വേണ്ടി മസ്കാ ബൺ ഡാബയിലൊക്കെ മേടിച്ചിട്ടുണ്ട്, അതൊക്കെ പ്ലിങ്ങി കാണും. ഓക്കെ, അപ്പം ഞാൻ ഒന്നും കൂടെ ലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് എടുത്തോ ഇല്ലേ എന്നുള്ളത്. ഒരു മിനിറ്റ് തന്നെ, ഞാൻ ഡൈപ്പർ ഞാൻ വലിയവരുടെ ഡൈപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തിനാണെന്നറിയാമോ? ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ പറഞ്ഞില്ല, ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് ഇവിടെ നിന്ന് നാട്ടിലെത്തുമ്പോൾ ഒരു 30-36 മണിക്കൂർ എടുക്കാറുണ്ട്. സോ രാത്രി ഫുള്ള് ഉണ്ടല്ലോ, അത് ഞാൻ ഒറ്റയ്ക്കും കൂടെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടെ എങ്ങനത്തെ പാസഞ്ചേഴ്സ് ആയിരിക്കും അപ്പുറം ഇപ്പുറം വന്നേന്നുള്ളത്, നമ്മളെ സഹായിക്കും എങ്ങനത്തെ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ വെൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം നല്ലത്. എനിക്ക് ഡേ ടൈമിലല്ല പ്രശ്നം, ആക്ച്വലി നൈറ്റ് ടൈമിലാണ്. സോ ആ സമയത്ത് മാത്രം ഞാൻ പോയി ചേഞ്ച് ചെയ്യുള്ളൂ. കാരണം രാത്രി ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ബാത്റൂമിൽ പോകേണ്ടി വന്നാലേ റിസ്ക് എടുക്കണ്ട, അതിലും വേറെ ഡയപ്പർ ഇട്ട് കിടന്ന്. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ എൻ്റെ. കാരണം ഒന്നാമത് ഞാൻ 3rd AC പോണത്, അപ്പം എനിക്ക് AC കാരണം ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാൻ തോന്നാറുണ്ട്. സോ അതുപോലെ ഞാൻ വെള്ളം കുടിച്ചില്ലെങ്കിലും എനിക്ക് തോന്നും AC ആയാൽ മാത്രം മതി, അത്ര. സൈറൺ എടുത്തിട്ടുണ്ട്, സൈറൺ അലാം അതെടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ സ്പ്രേ, ബുക്ക് എടുത്തിട്ടുണ്ട്, ലെങ്സ്, ക്യാഷ്, വാലറ്റ്, 2 കണ്ണട, ഇത്ര ഉള്ള. ഓ താങ്ക് ഗോഡ്. ഇതെനിക്ക് തോന്നുന്നത് എൻ്റെ ഇതുവരെ ഉള്ളത് ഏറ്റവും കുറവായിട്ടുള്ള ലഗേജ് ആണ് കേട്ടാ. 12:30 ആവണം. അപ്പൊ എന്തായാലും എനിക്ക് 4 മണിക്ക് എണീക്കണം. എന്തായാലും അലാം ഒക്കെ കേട്ടോ ആദ്യം. ഓ മൈ ഗോഡ്, എനിക്ക് അലാം എന്ന് പറയണ സത്യം പറഞ്ഞാൽ ഇഷ്ടം. എനിക്ക് അലാറം അത് പറയുമ്പോഴാണ് ഒരു സുഖം തോന്നുന്നത്. അലാം ആരെന്നെ കൊണ്ട് സൈലന്റ് ആക്കാം. ട്രാവലിന് മുമ്പ് അങ്ങനെ ഉറക്കം വരാറില്ല. ഞാൻ എണീറ്റിരിക്കണം കൂടുതൽ പ്രിഫർ ചെയ്യണം. 4 മണിയുടെ അലാം പോലെ തന്നെ ഞാനൊരു 12 മണിയായില്ലേ, അപ്പോൾ 4 മണിക്കൂർ അല്ലെങ്കിൽ ബാക്കിയുള്ളൂ. അപ്പൊ 4 മണിക്കൂറിന്റെ ഞാൻ ടൈമറും വെച്ചു. 5:30 ഇവിടെ നിന്ന് പോണേനല്ല പ്രശ്നം, ആ സമയത്ത് ഊബർ കിട്ടുമോ കോപ്പ്. എന്നാലും മുമ്പിൽ കുറെ ഓട്ടോ ചേട്ടന്മാരുണ്ടാവാറുണ്ട്, സാധാരണ സീനില്ല. എന്ത് ചെയ്യും, എനിക്കിവിടെ പിമ്പിളും വന്നിട്ട് അയ്യോ പീരിയഡ്സ് ആവും. ഓ ഞാൻ പാഡും എടുത്ത് വെക്കട്ടെട്ടാ, നന്നായി ഓർത്തതിട്ടാ, അല്ലെങ്കിൽ പെറ്റ് പോയാന്. ഓ മൈ ഗോഡ്, പീരിയഡ്സ് ആവുമ്പോൾ നമ്മളെങ്ങനെ ഡൈപ്പർ യൂസ് ചെയ്യും? ഓ ഇത് ഭയങ്കര കഷ്ടമാണല്ലോ. ഞാൻ വന്ന സിറ്റുവേഷൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും ഗൈസ്. ഇപ്പൊ അതാണ് എൻ്റെ ഒരു ത്രില്ല് എന്ന് പറഞ്ഞാൽ, അതിനെങ്ങനെ മറികടക്കണം അങ്ങനത്തെ ഒരു ഇതാണ് മെന്റാലിറ്റി. കാരണം വേറെ രക്ഷയില്ല. അത് താങ്ക്സ് ടു കപ്പ നൂഡിൽസ്, അത് ഏത് ബ്രാൻഡിന്റെ ആണോ ഇത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇടാ നമുക്ക് വളച്ച് വെക്കാൻ പറ്റും. ഇനി ഞാൻ സൂക്ഷിച്ച് വെക്കട്ടെ, കാരണം നീ എപ്പോൾ വേണമെങ്കിലും യൂസ് വരാം. അതുകൊണ്ടാ വരില്ല നീ. ഇത് വന്നില്ല കേസ്, അതുകൊണ്ടാ എനിക്ക് എത്ര ത്യാഗമാ ചെയ്യേണ്ടി വന്നെ. അപ്പോ ഇതെങ്ങനെ ഞാൻ തിന്നു. ട്രെയിനിൽ എൻ്റെ നല്ല എക്സ്പ്രഷൻ കണ്ട ആൾക്കാരോടും. നാളെ 1ാമത് ചേച്ചിയുടെ അങ്ങോട്ട് പോകുന്ന ട്രെയിൻ ലോക്കലാണ് കേസ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. ലോക്കലിലൊക്കെ പോയി പഠിക്കണം. എപ്പോഴും അങ്ങോട്ട് ലഗ്സറി ലൈഫിൽ തന്നെ. ആക്ച്വലി ലഗ്സറി ലൈഫിൻ്റെ അല്ല, എനിക്കിത് സീറ്റ് കിട്ടിയില്ല. കല്യാണം ആലോചിച്ച് വന്ന ആൻറ്റിമാര് എന്നെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ നാട് കിടക്കും. എൻ്റെ ഒരു കഴിവ്. ഞാൻ പുറത്ത് തുണി കഴുകാനിട്ടിട്ടുണ്ട്, ആദ്യം അതെടുക്കട്ടെ. ഓ ഭാഗ്യം, നേരമുള്ള ആൾക്കാരൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടാ. വരവിൻ 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 വാ വാ വരവിൻ. ഉറങ്ങാൻ പോണ്ട, കാലത്ത് നല്ല വീർത്ത സ്വരൂപമായിട്ട് ഞാൻ വരുന്നതാണ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അയ്യോ ഞാൻ ആകെ 2 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. അതിനകത്ത് ഞാനൊരു 50 പ്രാവശ്യം ഫോൺ നോക്കി സമയം. എനിക്ക് ആക്ച്വലി ഉറക്കക്ഷീണമുണ്ട്, ഉറക്കാൻ വന്നില്ല, സമയം വിട്ടുപോയില്ല. അതുകൊണ്ടാണ് ആക്ച്വലി ബ്രഹ്മമുഹൂർത്തമായി. ഒന്ന് ബോഡി വാഷ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ബോധം വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഡൺ. ഓക്കെ ഇത് ഇട്ടേക്കാതെ ഓക്കെ. ഞാൻ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ആകെ 1 പോയിന്റും കൂടെ ഉണ്ട് നിറയാനായിട്ട്. അതും കൂടെ നിറയട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഇവിടെ മാച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു പഴം കഴിക്കണം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട, പഴം വെച്ചിട്ട് ചിലപ്പോൾ വയറിന് ഒന്നും കൂടെ എന്തെങ്കിലും ഉണ്ടാകില്ല. ആക്ച്വലി ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഒന്നും കൂടെ കുറഞ്ഞിട്ടുണ്ട് എൻ്റെ വെയിറ്റ്. സോ ഞാൻ ഹാപ്പിയാണ് ആക്ച്വലി. ചേഴ്സ്. എന്നാ നിങ്ങളാദ്യം വേഗം കുടിച്ചോ. എന്തേ മാറ്റം ഇറങ്ങൂല അല്ലേ? നല്ല സ്വാദുള്ള ഫുഡുകളൊക്കെ നല്ലോണം കഴിക്കാറുണ്ടല്ലോ, തന്നില്ലെങ്കിൽ ചോദിച്ച് മേടിക്കാറുണ്ടല്ലോ.
ഞാൻ പുതിയൊരു ബ്രാൻഡ് ആട്ട ട്രൈ ചെയ്തത്. ഇച്ചിരി സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയേക്കണം, കാരണം ഉറക്കം ഒട്ടും കിട്ടിയിട്ടില്ല. അപ്പം ഈ ഒരു ടോപ്പ് ടീഷർട്ട് എങ്ങനെ ഉണ്ട്? ഈസ് നൈസ് അല്ല അല്ലേ? ഇതിൻ്റെ ആക്ച്വലി പുറകേലാണ് കാണിച്ചു തരാം. കണ്ട, ഇതിൻ്റെ പുറകേലാണ് പ്രിന്റ്. 4:30 ആയപ്പോൾ മമ്മി ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ലിസ്റ്റുകളും ഓർമ്മിപ്പിക്കാനായിട്ട്. ഞാനിത് ലൂക്ക് വാമായിട്ടാണ് കുടിക്കണം കേട്ടോ, അതുകൊണ്ട് ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചു, അല്ലെങ്കിൽ നേച്ചർ കോൾ വന്നുകൊണ്ടിരിക്കും, അതത്ര ശരിയല്ല. ഒന്നാമത് ഞാൻ ജനറൽ കോച്ചിലാണ് പോകുന്നത്, സോ എനിക്ക് റിസ്ക് എടുക്കാൻ ഓട്ടോമാറ്റിക്. അയ്യോ, അറ്റത്തെ പൊടി കൂടിയ ഭാഗം ഞാൻ കലക്കാൻ മറന്നു, ഇനി നല്ല സ്വാദോട് കുടിക്കാൻ പറ്റും. ഞാൻ വേറെ കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊന്നും കഴുകി വെച്ചിട്ടാ, എന്നിട്ട് നമുക്ക് കച്ചറ എടുത്ത് പുറത്തും വെക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ റെഡി ആണ്. അപ്പോൾ ബാഗുകൾ ഓൾറെഡി ഇവിടെ ഉണ്ട്, ആൻഡ് ഇവിടെ നമുക്ക് കച്ചറയുണ്ട് പുറത്തേക്ക് എടുത്ത് വെക്കാനായിട്ട്. സോ യെസ്, അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് പോയിട്ട് 6 മണിയായിട്ട് ഓൾറെഡി പോട്ടെ ഗൈസ്. അപ്പം ശരി, നമുക്ക് ഇനി ഓട്ടോയിൽ കയറുമ്പോൾ കാണാം. ഓം നമ ശിവായ. എനിക്ക് അപ്പോൾ പോകുമ്പോൾ ഭയങ്കര വിഷമം വരും. എൻ്റെ ജാമിലി, ഐ മിസ് യു. ട്രെയിനിൽ കയറി മക്കളെ, ഒരിടത്തും തൊടാൻ പറ്റൂല, അറച്ചിട്ട് ഞാൻ ബാത്റൂമിൽ പോയി. എനിക്ക് പോകേണ്ടി വന്നു, കാരണം മുട്ടിയിട്ട് ഇനി എനിക്ക് 6 മണിക്കൂർ ഇരിക്കേണ്ട. അപ്പോൾ ഞാൻ വിളിച്ച് പോയിട്ട് വരാം. ഒരു ബാത്റൂമിൻ്റെ ദൃശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞറിയിക്കാനില്ല, സാറില്ല, എന്തായാലും ഞാൻ വന്നിരിപ്പുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ആക്ച്വലി ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. വിൻഡോ സീറ്റ് കിട്ടി, അതാണ് ഇത്തവണ എനിക്ക് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് വിൻഡോ സീറ്റ്. ഞാൻ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ട്രാവൽ ഇഷ്ടമല്ലാത്ത വീട്ടിൽ കിടന്ന് സമാധാനമായി കിടപ്പം ഇറങ്ങി വല്ലതും കഴിച്ച് വല്ല ജോലി നല്ല റോഡ്. നല്ല വിശപ്പുണ്ട്, കാരണം 1:30 കഴിഞ്ഞ്. ഞാൻ ആലോചിക്കുക എന്തെങ്കിലും കഴിക്കാം, എന്തെങ്കിലും കഴിച്ചാലെടുക്കും. ഇനി നമ്മുടെ ഫുഡ് ബ്രെഡ് ഉണ്ട്, ഇവിടെ നമുക്ക് ജാമുണ്ട്. കാലും കേട്ടിച്ച് ഞാൻ ആരാണെന്ന് എന്റെ വിചാരം. ഞാൻ അഹമ്മദാബാദിൽ നിന്ന് വണ്ടി കയറിയിരുന്നു, ആ സമയത്ത് മഴയുണ്ടായിരുന്നു. ഞാൻ ഇവിടെ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോ അത്രയും നേരം ഉണ്ടായിരുന്നില്ല. സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ ഓട്ടോയിൽ എത്തുമ്പോഴേക്കും മഴ തുടങ്ങി. മഴ സച്ച് എ വിയർ ഗ്രീൻ പ്ലാൻ. നമ്മളെത്തിയിട്ട ലിഫ്റ്റ് പിടിക്കട്ടെ. വഹീന അവിടെ മോളിൽ നിന്നും കൊണ്ട് എന്നെ തോണ്ടുണ്ടായിരുന്നു, എന്നെ ലൈൻ അടിക്കണ്ടായിരുന്നു. അതിനാണ് ശിക്ഷ ഞാൻ കൊടുക്കണം. ബൈ. ഹലോ, നാണമല്ല എനിക്ക് വേണ്ടി അന്ന് തക്കാളി വാട്ടിലാണ് എനിക്ക് വേണ്ടിയുള്ളത്. शर्म निहाल है, शर्म है तेरे को, थोड़ा भी शर्म है? बहन आने पे क्या होता है, 56 भोग बनता है. मैंने क्या बना है 56 में, ये पता ग्रेवी में डलता है. 56 भोग से भी बेस्ट है. ആക്ച്വലി ഞാൻ തന്നെ പറഞ്ഞ ഞാനാണ് ആ ആള്. ഞാൻ തന്നെ പറഞ്ഞു എന്റെ വയറിന് സുഖമില്ല, സോ എനിക്ക് ഇത് മതി. ചേച്ചി എനിക്ക് ഓണം കൂടി തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പ്രിറ്റി കളർ. ഷീ ഈസ് സോ സെൽഫിഷ്. ഷി വെന്റ് ഫോർ ഹർ ഫേവറേറ്റ് കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് ക്യൂട്ടാ നോക്കുക. तुझे ऐसा क्यों नहीं लगा कि मैं एक्स्ट्रा स्मॉल हूँ? शर्म नहीं आती ऐसा बोलते? ओके गाइस, പാട് വരാൻ പോട്ടെ. പാട് നിറഞ്ഞിടല്ലോ ഞാൻ വന്നെന്നുള്ളത്. പാട് നമുക്ക് നെട്ടിക്കാം. പാട് തന്നെ മനസ്സിലാവുന്നുള്ളത് എനിക്ക് മനസ്സിലാവും.
ഞാനും പാറും ഒറ്റ പ്ലേറ്റ് കഴിക്കാൻ പോവാണ്. പാറിന് മാഷ് വാരി തരൂ കേട്ടോ. Guys, we are playing this game. One of my favorites. ഒരാൾ പോയിട്ടുണ്ട് കേട്ടോ ഇലക്ട്രീഷ്യന്റെ സ്മെല്ലിംഗ്. इसको फटाफट पढ़ा ठीक है. मासी पढ़ेगी ना ऐसे पढ़ ठीक है. आउल Lion. नेक्स्ट Immortal next. Tiger. रन Run. Noodles. नूडल्स सन Sun. Name. एलिफेंट Elephant. Root. Elephant. എലിഫന്റ് ഇവിടെയാണ് മോനെ ഇങ്ങനെ. Elephant ഇങ്ങോട്ടാ. ഇങ്ങോട്ട്. എലിഫന്റ് പിന്നെ turtle. ഐ Ear. रूट रूट के बाद ट्रेन. नोस. एक्सरसाइज. ओके ये हाई फाइव. क्या बोला मासी ने? कि सुबह मीन्स की नहीं खाना तो चाहिए. फिर वो तो सुबह सुबह नहीं खाना चाहिए, उसके बाद हम खा सकते तुरंत. मेरे ख्याल से पहले केचप डाल के नहीं मसाला डालना चाहिए. नहीं. ओए मेरा നമ്മൾ കുടുംബനാനെ ആർത്തിയാ. അപ്പൊ എങ്ങനെ ഇട്ടാലും ഒന്ന് വയറ്റിലല്ലേ പോവാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇവിടെ നിന്ന് ഓടാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ 5:30 ആയിട്ട് എണീറ്റപ്പോൾ പാവം ചേച്ചി അവിടെ എണീറ്റിപ്പോൾ അത് കഴിഞ്ഞ് എന്നും എണീക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ജോലിക്ക് പോകേണ്ടതാണ്. എനിക്കും അത് 5 മണിക്കൂർ ഉറക്കം കിട്ടിയിട്ടുള്ളൂ. ചേച്ചി 5 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ബട്ട് യുനോ ഞാൻ ഇവിടെ പാക്കിങ് ചെയ്യാൻ കേട്ടോ. അല്ലേ മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ട് ഓക്കെ ഗൈസ്. ഒരു മിനിറ്റ് പാല് നല്ല ഉറക്കത്തിലാട്ടോ. ഉമ്മയൊക്കെ വെച്ചിട്ട് ഞാൻ ഓടി പോകുന്നു. നല്ല രാവിലെ അല്ലേ, അതുകൊണ്ടാണ്. ശരി ഓട്ടോറിക്ഷ വന്നിട്ട് അവിടെ കൊണ്ടുവന്നു. അവിടെ